മോൻസൺ മാവുങ്കൽ കേസിലെ KPCC അധ്യക്ഷൻ നാളെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകില്ല. പരാതിക്കാരുടെ പിറകിൽ മറഞ്ഞിരിക്കുന്ന ശത്രുവുണ്ടെന്നും പണം വാങ്ങിയെന്ന് തെളിയിച്ചാൽ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു. ആരോപണങ്ങളുടെ ശരശയ്യയിലാണ് മുഖ്യമന്ത്രി. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് പ്രതിപക്ഷ നേതാവിനെതിരെ കേസെടുക്കുന്നതെന്ന് VD സതീശൻ ആരോപിച്ചു. സുധാകരന് പിന്തുണയുമായി മറ്റ് കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നു. ഈ കേസിനകത്ത് എനിക്ക് ഒരു ബന്ധവും ഞാനുമായി നേരിട്ടോ നേരിട്ടല്ലാതെയോ ഈ സംഭവത്തിലില്ല എന്ന് ഈ സംഭവം ആദ്യം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ പത്രമാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മോൺസന്റെ ഈ ഇടപാടിൽ ഒരു തരത്തിലുള്ള പങ്കുമുണ്ട് എന്ന് പങ്കുമില്ലെന്ന് ഞാൻ നേരത്തെ എൻ്റെ സ്റ്റാൻഡ് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേ സ്റ്റാൻഡിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഞാനിതിൽ എങ്ങനെ പ്രതിയായി എന്നതിനെ കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിയാക്കാനുള്ള തെളിവുകൾ എന്താണ്, ആ തെളിവുകളൊക്കെ ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ ഈ പറയുന്ന പരാതിക്കാർ എന്റെ പേര് പരാമർശിച്ചിട്ടില്ല. ഈ കേസിൽ എങ്ങനെ പ്രതിയായി എന്ന് പഠിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ നാളെ ക്രൈംബ്രാഞ്ചിന് മുൻപാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. ചോദ്യം ചെയ്യലിന് പിന്നീട് ഹാജരാകണോ എന്നത് സാഹചര്യമനുസരിച്ച് തീരുമാനിക്കും. തന്നെയും സതീശനെയും കേസിൽ കൊടുക്കാമെന്ന് വ്യാമോഹിക്കുന്ന പിണറായി മൂഢസ്വർഗത്തിലാണെന്നും കാലം കരുതി വെച്ചത് പിണറായിയെ കാത്തിരിപ്പുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു. കേസ് കാട്ടി ഭയപ്പെടുത്തിയിരുത്തിക്കളയാമെന്ന് വിചാരിക്കേണ്ട. സതീശനെതിരെ കേസ്, KPCC പ്രസിഡന്റിനെതിരെ കേസ്, ഞങ്ങളെല്ലാം കേസ് കാട്ടി ഞങ്ങളെ അങ്ങ് ഭയപ്പെടുത്തി അങ്ങ് ഇരുത്തിക്കളയാം എന്ന് പിണറായി വിജയൻ കരുതുന്നുവെങ്കിൽ മൂഢസ്വർഗത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിണറായി വിജയൻ ഓർക്കേണ്ടുന്നത് കാലം കരുതി വെച്ചത് അങ്ങയെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നത്. പലരെയും ഭീഷണിപ്പെടുത്തിയാണ് സുധാകരനെതിരെ മൊഴിയെടുത്തതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കള്ളക്കേസിൽ കുടുക്കി KPCC പ്രസിഡന്റിനെ ജയിലിലടക്കട്ടെ, അപ്പോൾ കാണാമെന്നും സതീശൻ പറഞ്ഞു. ഇന്നലെ KPCC പ്രസിഡന്റിനെതിരായി എടുത്ത കേസ് കള്ളക്കേസാണ്. KPCC പ്രസിഡന്റിന് യാതൊരു പങ്കുമില്ലാത്തൊരു കേസിൽ യഥാർത്ഥത്തിൽ നന്നായി അന്വേഷിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥനെ മാറ്റി സ്വന്തക്കാരനെ ആയ ഒരു ഉദ്യോഗസ്ഥനെ തിരികെ കയറ്റി ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കി പല സാക്ഷികളെയും ഭീഷണിപ്പെടുത്തി മൊഴി കൊടുപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശബരിമല കാലത്ത് മോൺസൺ പാർട്ടി പത്രത്തിന്റെ വിശ്വസ്തനായിരുന്നു. മോൺസന്റെ ചെമ്പോല ഉയർത്തി ദേശാഭിമാനി വാർത്ത നൽകി. മോൺസന് വിശ്വസ്തത ഉണ്ടാക്കി കൊടുത്തത് അവിടെ പോയ പോലീസ് ഉദ്യോഗസ്ഥരാണെന്നും സതീശൻ. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, UDF കൺവീനർ MM ഹസൻ തുടങ്ങിയ നേതാക്കളും സുധാകരന് പിന്തുണയുമായെത്തി. ന്യൂസ് 18 കൊച്ചി. കെ സുധാകരന് കേസിൽ ബന്ധമില്ലെന്ന് മോൻസൺ. ആർക്കെല്ലാം പങ്കുണ്ടെന്നും EDയെ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ PS വരെ ഇടപെട്ട കേസാണെന്നും മോൻസൺ പറഞ്ഞു. കോടതിയിൽ കൊണ്ടുവന്നപ്പോഴായിരുന്നു മോൻസന്റെ പ്രതികരണം. കെ സുധാകരൻ ഇടപാടിൽ ഇടനിലക്കാരനായിരുന്നുവെന്നും സുധാകരനെ വിശ്വസിച്ചാണ് മോൻസൺ മാവുങ്കലിന് പണം നൽകിയതെന്നും കേസിലെ പരാതിക്കാരൻ ഷമീർ. ചികിത്സയ്ക്കല്ല മോൻസന്റെ അടുത്ത് സുധാകരൻ പോയത്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയിട്ടുള്ളത്. നിലവിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കേസ്. കൂടുതൽ പോലീസുകാർ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇവരെ കേസിൽ പ്രതി ചേർക്കണമെന്നും ഷമീർ ആവശ്യപ്പെട്ടു. കെ സുധാകരനെതിരായ കേസ് രാഷ്ട്രീയ പകപോക്കലല്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ. പരാതിക്കാരൻ തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അത് മുഖവിലക്കെടുക്കാതിരിക്കാൻ പോലീസിന് കഴിയില്ലെന്നും ജയരാജൻ. വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ 8ാം ദിവസവും വിദ്യയെ പിടികൂടാനാകാതെ പോലീസ്. അട്ടപ്പാടി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പാളിന്റെ അടക്കം ഇന്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന അധ്യാപകരുടെ രഹസ്യമൊഴി എടുക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പാളിന്റെ മൊഴി നീലേശ്വരം പോലീസ് രേഖപ്പെടുത്തി. ആർഷോ നൽകിയ ഗൂഢാലോചന കേസിൽ ക്രൈംബ്രാഞ്ച് സംഘം പോലീസിനോട് CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടു. വിദ്യയെ സംരക്ഷിക്കുന്നത് CPM ആണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ അന്വേഷണം ഊർജിതമാക്കുമ്പോഴും പ്രതി കെ വിദ്യ എവിടെയെന്ന ചോദ്യത്തിന് കേസെടുത്ത് 8ാം ദിവസവും പോലീസിന് ഉത്തരമില്ല. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ എറണാകുളത്ത് വെച്ചാണ് സ്വിച്ച് ഓഫ് ആയതെന്ന വിവരം ലഭിച്ചിട്ടും പ്രതിയെ പിടികൂടാനാവാത്തത് പോലീസിനെ പ്രതിരോധത്തിലാക്കുന്നു. വിദ്യയെ സംരക്ഷിക്കുന്നത് CPM ആണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഉറപ്പായിട്ടുണ്ട് അവരുടെ പുറകിലെ ആളുണ്ട്. അവരുടെ പുറകിൽ SFI സംസ്ഥാന സെക്രട്ടറി തന്നെ ഉണ്ട്. അവരുടെ പുറകിൽ വളരെ പ്രധാനപ്പെട്ട CPM നേതാക്കളുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറെ നേരിട്ട് വിളിച്ച് സംസാരിച്ച പ്രധാനപ്പെട്ട CPM നേതാക്കളുണ്ട്.
SFI സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ വ്യാജരേഖ ഉണ്ടാക്കുന്നതിനുള്ള എല്ലാ പരിപാടിയും ചെയ്ത അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. കേസിൽ അട്ടപ്പാടി സർക്കാർ കോളേജ് പ്രിൻസിപ്പാളിന്റെ രഹസ്യമൊഴി അഗളി പോലീസ് രേഖപ്പെടുത്തും. ഇതിനായി പാലക്കാട് CJM കോടതിയിൽ അപേക്ഷ നൽകും. ഇന്റർവ്യൂ ബോർഡിലുണ്ടായിരുന്നവരുടെ മൊഴികളിലും വൈരുദ്ധ്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് രഹസ്യമൊഴിയെടുക്കാൻ നീക്കം നടത്തുന്നത്. കേസിൽ മഹാരാജാസ് കോളേജ് അധ്യാപകരുടെയും മൊഴി രേഖപ്പെടുത്തും. വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് വ്യക്തമായ ശേഷം ഈ വിവരം തിരക്കി അട്ടപ്പാടി കോളേജ് അധ്യാപകർ വിദ്യയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഈ ഫോൺ സംഭാഷണവും പോലീസ് പരിശോധിക്കും. അതേസമയം വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ നീലേശ്വരം പോലീസിന്റെയും അന്വേഷണം പുരോഗമിക്കുകയാണ്. മഹാരാജാസ് കോളേജിൽ എത്തിയ സംഘം കോളേജിലെ സീലും എംപ്ലവും പരിശോധിച്ചു. പ്രിൻസിപ്പാളിന്റെ മൊഴിയെടുത്തു. പ്രതി വിദ്യാ കെയെ കുറിച്ച് അന്വേഷിക്കുകയാണെന്ന് നീലേശ്വരം CI. ആവശ്യമുള്ള രേഖകൾ എടുത്തിട്ടുണ്ട്. അത് മാത്രമേ പറയാൻ പറ്റൂ. സീലും സൈനൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പരിശോധനക്ക് അയക്കാനുണ്ട്. അന്വേഷിക്കുന്നുണ്ട്. മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ SFI സംസ്ഥാന സെക്രട്ടറി PM അർഷോ നൽകിയ പരാതിയിലെടുത്ത ഗൂഢാലോചന കേസിൽ ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് വീണ്ടും മഹാരാജാസ് കോളേജിൽ എത്തി. പ്രിൻസിപ്പലിനോട് കൂടുതൽ വിവരങ്ങൾ ആരാഞ്ഞ സംഘം മാർക്ക് ലിസ്റ്റ് വിവാദമുണ്ടായ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടു. പ്രിൻസിപ്പലിന്റെ മൊഴി കഴിഞ്ഞ ദിവസം സംഘം രേഖപ്പെടുത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി, കാസർഗോഡ്, പാലക്കാട്. KSU നേതാവിന്റെ പേരിൽ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ്. സംസ്ഥാന കൺവീനർ അൻസിൽ ജലീലിന്റെ പേരിലാണ് ബിരുദ സർട്ടിഫിക്കറ്റ്. താൻ ബിരുദധാരി അല്ലെന്നും സംഭവത്തിൽ പോലീസിനെ സമീപിക്കുമെന്നും അൻസിൽ ന്യൂസ് 18നോട് വ്യക്തമാക്കി. KSU സംസ്ഥാന കൺവീനർ അൻസിൽ ജലീൽ കേരള സർവകലാശാലയിൽ നിന്ന് 2016 BCom ബിരുദം നേടിയതായാണ് സർട്ടിഫിക്കറ്റ്. സർവകലാശാലയുടെ ഔദ്യോഗിക എംബ്ലവും സീലും വൈസ് ചാൻസലറുടെ ഒപ്പും സർട്ടിഫിക്കറ്റിലുണ്ട്. 2014 മുതൽ 2018 വരെ PK രാധാകൃഷ്ണനായിരുന്നു കേരള സർവകലാശാല വൈസ് ചാൻസലർ. സർട്ടിഫിക്കറ്റിൽ കാണിച്ചിരിക്കുന്ന ഒപ്പ് 2004 മുതൽ 2008 വരെ ചാൻസലറായിരുന്ന ഡോക്ടർ MK രാമചന്ദ്രൻ നായരുടേതും. സർട്ടിഫിക്കറ്റിലെ രജിസ്റ്റർ നമ്പറുകളിലും വൈരുദ്ധ്യമുണ്ട്. അതേസമയം തനിക്ക് ബിരുദമില്ലെന്നും BCom പഠിച്ചിട്ടില്ലെന്നും അൻസിൽ ജലീൽ ന്യൂസ് 18നോട് പറഞ്ഞു. എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും തിരക്കാം, അന്വേഷിക്കാം. എനിക്കറിയില്ല. ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എനിക്കറിയില്ല. ഞാൻ പിന്നെ എങ്ങനെ അതിന് പറയണ്ടേ? എനിക്ക് അറിയുന്ന കാര്യമല്ലേ പറയണ്ടേ? എനിക്കറിയത്തില്ല. നിലവിൽ ആലപ്പുഴയിൽ ചായക്കട നടത്തുകയാണെന്നും സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അൻസിൽ വിശദീകരിക്കുന്നു. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകാനാണ് അൻസിലിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. സർക്കാരിനെ വിമർശിച്ചാൽ കേസെടുക്കും എന്ന് പറഞ്ഞിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. താൻ പറയാത്ത കാര്യം തന്റെ മേൽ കെട്ടിവെക്കുന്നു. ആർഷോയ്ക്കെതിരെ നടന്നത് ഗൂഢാലോചനയെന്ന് വ്യക്തമാണ്. അതിന് മുൻകൈയെടുത്തത് ചില മാധ്യമങ്ങളാണ്. ക്രിമിനൽ കുറ്റങ്ങളിൽ മാധ്യമങ്ങളെ ഒഴിവാക്കാൻ വകുപ്പില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മാധ്യമ സ്വാതന്ത്ര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. മാധ്യമ മേഖലയ്ക്ക് നേരെ കേന്ദ്രം അതിക്രമം നടത്തുകയാണ്. മാധ്യമ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നതായും തെറ്റായ കാരണം പറഞ്ഞ് ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ നടപടികൾക്ക് സത്യത്തെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും യെച്ചൂരി ട്വിറ്ററിൽ പറഞ്ഞു. ട്വിറ്റർ മുൻ CEO ജാക്ക് ഡോർസിയുടെ വെളിപ്പെടുത്തലിലാണ് യെച്ചൂരിയുടെ പ്രതികരണം. കോൺഗ്രസിലെ തർക്കത്തിൽ ഗ്രൂപ്പ് നേതാക്കൾക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും കേസിൽപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ മറ്റു വിഷയങ്ങൾ ഉയർത്താൻ ശ്രമിക്കുന്ന നേതാക്കൾ ആത്മപരിശോധന നടത്തണം എന്നായിരുന്നു സതീശന്റെ പ്രതികരണം. യൂത്ത് കോൺഗ്രസിൽ നോമിനി തർക്കം രൂക്ഷം. രാഹുൽ മാക്കൂട്ടത്തിനെതിരെ A ഗ്രൂപ്പിലെ പ്രബല വിഭാഗം രംഗത്തു വന്നതിനു പിന്നാലെ തിരുവനന്തപുരത്ത് A ഗ്രൂപ്പിനുള്ളിൽ ഭിന്നത. ഷജീർ നേമത്തെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനുള്ള ഷാഫി പറമ്പലിന്റെ നീക്കത്തിനെതിരെ മുതിർന്ന നേതാക്കൾ രംഗത്ത് വന്നു. MM ഹസനും തമ്പാനൂർ രവിയും അതൃപ്തി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ ഡാൻ കുര്യൻ നൽകും. ഡാൻ കുര്യൻ, യൂത്ത് കോൺഗ്രസിലെ നിയമനം കൂടുതൽ വിവാദങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാണ് ഡാൻ കുര്യൻ വ്യക്തമാക്കുന്നത്. ഇത് ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു? എന്തൊക്കെ പ്രതിസന്ധികളിലേക്ക് നീങ്ങും ഈ തർക്കം? മനു, പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്ത പൊട്ടിത്തെറികളാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയുടെ പേരിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നടക്കുന്ന മത്സരത്തിന്റെ പേരിൽ മറ്റൊരു തരത്തിലേക്ക് നീങ്ങുന്നത്. A ഗ്രൂപ്പിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സര രംഗത്തിലേക്ക് കടന്നുവരും എന്ന ഏകദേശ ധാരണ ആയതിന് പിന്നാലെയാണ് A ഗ്രൂപ്പിലെ പ്രബല വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ചാണ്ടി ഉമ്മനും JS അഖിലും KM അഭിജിത്തും ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ ഒരു വിഭാഗം ഒപ്പം
അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ചിന്തു കുര്യൻ ജോയി, യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അനീഷ് തുടങ്ങി എ ഗ്രൂപ്പിലെ തന്നെ ഒരു വിഭാഗം ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുന്നു എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, എ ഗ്രൂപ്പിന്റെ തലമുതിർന്ന നേതാവായ ഉമ്മൻചാണ്ടിയുടെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ല എന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി എ ഗ്രൂപ്പിന്റെ തന്നെ നേതാക്കൾ അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ അത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്രചരിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഷാഫി പറമ്പിലാണ് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നത്. പക്ഷേ എ ഗ്രൂപ്പിന്റെ തലമുതിർന്ന നേതാക്കളായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ടി സിദ്ദിഖും അടക്കം രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ്. ഏതെങ്കിലും വിധത്തിൽ എ ഗ്രൂപ്പിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചാൽ KC വേണുഗോപാലിന്റെ നോമിനിയായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാധ്യതയുള്ള ബിനു ചുള്ളിലിനെ ഔദ്യോഗികമായി തന്നെ പരസ്യമായി പിന്തുണയ്ക്കാനുള്ള നീക്കമാണ് എ ഗ്രൂപ്പിലെ പ്രബല വിഭാഗം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനു, ഡാൻ കുര്യൻ, ഈ KC വേണുഗോപാലിന് യൂത്ത് കോൺഗ്രസിൽ കൂടുതൽ കരുത്ത് ആർജിക്കാനുള്ള ഒരു അവസരം ഈ തർക്കം നൽകുമെന്നാണോ അപ്പോൾ കരുതേണ്ടത്? അങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനകളാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അത് കൃത്യമായി സംഘടനാ തലത്തിലേക്ക് കേരളത്തിലേക്കും നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് KC വേണുഗോപാലിന്റെ നോമിനിയായ ബിനു ചുള്ളിലിനെ ഔദ്യോഗികമായി പിന്തുണയ്ക്കാൻ എ ഗ്രൂപ്പിലെ ഒരു പ്രബല വിഭാഗം പരസ്യമായി രംഗത്തെത്തുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ ഗ്രൂപ്പിനുള്ളിൽ വലിയൊരു പൊട്ടിത്തെറിയാകും ഉണ്ടാകാൻ സാധ്യത. എന്ത് തരത്തിലായിരിക്കും മുതിർന്ന നേതാക്കൾ ഈ പ്രശ്ന പരിഹാരത്തിനായി ഇനി തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു സംശയം ബാക്കിയാകുന്നത്. എന്തായാലും കോട്ടയം തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഷജീർ നേമത്തെ മത്സരിപ്പിക്കാനുള്ള ഷാഫി പറമ്പലിന്റെ നീക്കത്തിനെതിരെ 14 നിയോജക മണ്ഡലങ്ങളിലെ എ ഗ്രൂപ്പിന്റെ നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിലായി ഇതുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്ന വാർത്തകൾ. മനു, വളരെ നന്ദി. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു. ഇന്ന് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട്, മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഗ്രീൻ അലർട്ടാണ്. കനത്ത മഴയെ തുടർന്ന് കോഴിക്കോടിൻ്റെ കിഴക്കൻ മലയോര മേഖലകളിൽ മഴ വെള്ളപ്പാച്ചിലുണ്ടായി. ഇരുവഴിഞ്ഞിപ്പുഴയിലെ ആനക്കാമ്പൊയിൽ പ്രദേശത്താണ് മഴവെള്ളപ്പാച്ചൽ ഉണ്ടായത്. കോടഞ്ചേരി, തിരുവമ്പാടി മേഖലകളിലും മഴവെള്ളപ്പാച്ചൽ ഉണ്ടായി. വനപ്രദേശത്തുൾപ്പെടെ കനത്ത മഴയാണ്. താമരശ്ശേരി ചുരം മേഖലയിലും മഴയുണ്ട്. കനത്ത മഴയിൽ കുറ്റ്യാടിയിലേക്ക് RT പബ്ലിക് സ്കൂളിനോട് ചേർന്ന മതിൽ ഇടിഞ്ഞു വീണു. നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കാണ് മതിൽ വീണത്. കാറിലുണ്ടായിരുന്ന കുട്ടിയുൾപ്പെടെ 2 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കടൽഭിത്തി നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ആലപ്പുഴയിലെ തീരദേശ ഗ്രാമമായ ഒറ്റമശ്ശേരി, തെക്കൻ തൈക്കൽ എന്നിവിടങ്ങളിൽ രൂക്ഷമായ കടൽ ആക്രമണ ഭീഷണി നേരിടുന്നു. ഇവിടെ പല വീടുകൾക്കും അപകട ഭീഷണിയാണ് ഉള്ളത്. കൊട്ടാരക്കരയിൽ കനത്ത മഴയിൽ വീടിൻ്റെ മേൽക്കൂര തകർന്നു. തെക്കേതിൽ നജീബിൻ്റെ വീടിൻ്റെ മേൽക്കൂരയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെ തകർന്നത്. വീട്ടിലെ TV ഉൾപ്പെടെ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ബിബോർ ജോയ് ചുഴലിക്കാറ്റ് ഗുജറാത്തിൽ വീശിയടിക്കുന്നു. നിരവധി വൻ മരങ്ങൾ കടപുഴകി വീണു. കണ്ടാല തുറമുഖത്തും ചുഴലിക്കാറ്റിൽ ഭീകരത ദൃശ്യമായിരുന്നു. തീരദേശത്ത് താമസിക്കുന്ന 21,000 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. കച്ച്, ദേവഭൂമി, ദ്വാരക, രാജ്കോട്ട് തുടങ്ങിയ ഇടങ്ങളിലാണ് ആൾക്കാരെ മാറ്റി താമസിപ്പിച്ചത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 12 ടീമുകൾ സംസ്ഥാനത്തുണ്ട്. തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗം വിളിച്ചു. ജമ്മുകശ്മീരിലെ കിഷ്ത്വാറിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.4 തീവ്രത രേഖപ്പെടുത്തിയ ചലനമാണ് ഉണ്ടായത്. തമിഴ്നാട്ടിൽ സെക്രട്ടേറിയറ്റിലും മന്ത്രിയുടെ വസതിയിലും ED റെയ്ഡ് നടത്തി. വൈദ്യുതി മന്ത്രി സെന്തിൽ ബാലാജിയുടെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലാണ് റെയ്ഡ് നടന്നത്. രാവിലെ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും ED പരിശോധന നടത്തിയിരുന്നു. കേന്ദ്രസേനയും ED ഉദ്യോഗസ്ഥർക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ തമിഴ്നാട് പോലീസ് കേന്ദ്രസേനയെ തടഞ്ഞു. ജോലി നൽകാൻ കൈക്കൂലി വാങ്ങിയ കേസിലാണ് ED നടപടിയെടുത്തത് എന്നാണ് വിവരം. നേരത്തെ ആദായനികുതി വകുപ്പ് സെന്തിൽ ബാലാജിയുടെ ബന്ധുക്കളുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയിരുന്നു. റെയ്ഡിനെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അപലപിച്ചു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പിൻവാതിലിലൂടെ BJP ശ്രമിക്കുകയാണെന്നും അത് നടപ്പാകില്ലെന്നും സ്റ്റാലിൻ വ്യക്തമാക്കി.
ട്വിറ്റർ പൂട്ടിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഭീഷണിപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തലുമായി മുൻ ട്വിറ്റർ സിഇഒ ജാക്ക് ഡോർസി. കർഷക സമരവുമായി ബന്ധപ്പെട്ടവരുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് സമ്മർദ്ദമുണ്ടായെന്നും യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ജാക്ക് ഡോർസി വെളിപ്പെടുത്തി. എന്നാൽ ഇത് നുണയാണെന്ന് കേന്ദ്ര സർക്കാർ പ്രതികരിച്ചു. വെളിപ്പെടുത്തൽ ശരിവെച്ച് കർഷക സംഘടനകളും കേന്ദ്രത്തിന് വിമർശനവുമായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി. വാർത്തകൾ തുടരുന്നു. പാലക്കാട് നിന്നുള്ള വാഹനാപകടത്തിന്റെ ദൃശ്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇന്ന് രാവിലെ 9:45 കാഴ്ചപ്പറമ്പ് സിഗ്നലിലാണ് സംഭവം. സിഗ്നലിൽ നിൽക്കുകയായിരുന്ന ചിറ്റൂർ സ്വദേശിയുടെ കാറിന് പിന്നിൽ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ബസ് വന്നിടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട് മുന്നോട്ട് പോയ കാർ സിഗ്നലിൽ നിന്നും വെട്ടിത്തിരിഞ്ഞ് മറ്റു വാഹനങ്ങൾക്കിടയിൽ കൂടി സഞ്ചരിക്കുകയായിരുന്നു. കാർ ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിലാണ് കൂടുതൽ അപകടം ഒഴിവായതെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇരുപത്തിരണ്ട് പേരുടെ ജീവൻ നഷ്ടമായ താനൂർ ബോട്ട് ദുരന്തത്തിൽ തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ. ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു. ബേപ്പൂർ പോർട്ട് കൺസർവേറ്റർ വി പ്രസാദ്, സർവേയർ സെബാസ്റ്റ്യൻ എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. IPC 302, 337, 338 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ദുരന്തത്തിന് ഇടയാക്കിയ ബോട്ടിന് സർവീസ് നടത്താൻ ക്രമവിരുദ്ധമായി സഹായം ചെയ്തുവെന്നാണ് കണ്ടെത്തിയത്. അതോടുകൂടിയാണ് അറസ്റ്റ്. മൂന്നാറിൽ 2 നിലയിൽ കൂടുതൽ ഉള്ള കെട്ടിടങ്ങൾക്ക് നിർമ്മാണ അനുമതി നൽകുന്നത് 2 ആഴ്ചത്തേക്ക് ഹൈക്കോടതി വിലക്കി. മൂന്നാറിലെ വിഷയങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക ബെഞ്ചിൻ്റെതാണ് നടപടി. ഇന്നാണ് മൂന്നാറിലെ വിഷയങ്ങൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ചിന് രൂപം നൽകിയത്. ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ്, സോഫി തോമസ് എന്നിവരാണ് ബെഞ്ചിൽ ഉള്ളത്. പരിസ്ഥിതി, കയ്യേറ്റം, അനധികൃത നിർമ്മാണം ഉൾപ്പെടെ മൂന്നാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുതിയ ബെഞ്ച് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് SP ഭട്ട് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് പുതിയ ബെഞ്ചിന് രൂപം നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തത്. നേരത്തെ മൂന്നാറിലെ അനധികൃത നിർമ്മാണം സംബന്ധിച്ച് ഒരാഴ്ചയ്ക്കകം തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കലക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. കേരളത്തിൽ ഇത്രയും നാളി പൊളിച്ചൊരു സർക്കാർ ഉണ്ടായിട്ടില്ലെന്ന് KC വേണുഗോപാൽ. പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുത്ത VD സതീശനെതിരെ കേസെടുത്തു. KPCC പ്രസിഡന്റിനെതിരെ എടുത്തത് കള്ളക്കേസാണെന്നും KC വേണുഗോപാൽ. SFI സംസ്ഥാന സെക്രട്ടറി PM ആഷോയുടെ പരാതിയിൽ മാധ്യമപ്രവർത്തക അഖില നന്ദകുമാറിനെ പ്രതി ചേർത്തതിനെതിരെ കേരള ടെലിവിഷൻ ഫെഡറേഷൻ. മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സ്മാർട്ട് മീറ്റർ പദ്ധതിയിൽ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി ട്രേഡ് യൂണിയനുകളുമായി നടത്തിയ ചർച്ച പരാജയം. പദ്ധതിയിലെ കേന്ദ്ര വ്യവസ്ഥകൾ നേരത്തെ ഒപ്പിട്ടതാണെന്ന് വൈദ്യുതി മന്ത്രി യോഗത്തിൽ പറഞ്ഞു. എന്നാൽ സ്വകാര്യ കമ്പനികളെ പദ്ധതി ഏൽപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് ട്രേഡ് യൂണിയനുകൾ നിലപാടെടുത്തു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന് ആശ്വാസം. CBI അന്വേഷണത്തിന് അനുമതി നൽകിയ സർക്കാർ തീരുമാനം ശരിവയ്ക്കുന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്തു. തമിഴ്നാട്ടിൽ BJP AIDMK സഖ്യത്തിൽ ഭിന്നത. ജയലളിതയെ പരോക്ഷമായി സൂചിപ്പിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈ നടത്തിയ പരാമർശത്തിനെതിരെ AIDMK പ്രമേയം പാസാക്കി. സൂര്യകാന്തി വിത്തിന്റെ താങ്ങുവില ആവശ്യപ്പെട്ട് ഹരിയാനയിലെ കർഷക സമരം ശക്തമാകുന്നു. സംയുക്ത കിസാൻ മോർച്ച നേതാവ് രാകേഷ് ടിഖായത്തിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേയിലുണ്ടായ തീപിടുത്തത്തിൽ 4 പേർ മരിച്ചു. ലോനാവാല മേൽപ്പാലത്തിൽ വച്ചാണ് സംഭവം. 3 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5530 രൂപ, പവന് 44,240 രൂപ, വെള്ളി ഗ്രാമിന് 82 രൂപ, കിലോ 82,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3661 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ചിന്നക്കുട്ടുറുവൻ. ഇംഗ്ലീഷിൽ ഇവയെ വൈറ്റ് ചിക്ഡ് ബാർബെറ്റ്സ് എന്നും സ്മോൾ ഗ്രീൻ ബാർബെറ്റ്സ് എന്നും വിളിക്കാറുണ്ട്. ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ നിന്നാണ് പക്ഷിക്ക് ഈ പേര് വന്നത്. ആലപ്പുഴ YMCAയ്ക്ക് സമീപത്തെ തെങ്ങിൽ കൂടുകൂട്ടുന്ന ചിന്നക്കുട്ടുറുവനെ കാണാം. പ്രശാന്ത് മംഗലശ്ശേരി പകർത്തിയ ദൃശ്യങ്ങൾ.
ഈ വാർത്തയോടെ ഇന്നത്തെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി.